ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പം ലൈക്ക് അടിച്ചില്ലെങ്കിലും നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ. പിന്നെ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, അപ്കമിങ് ശേഷമാണ്. അപ്പൊ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടും അല്ല, ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അങ്ങനെ അനാമിക ഓരോ വകുപ്പൊക്കെ കാണിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്ത് ചെയ്തിട്ടും പുള്ളിക്കാരിക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവുന്നില്ല കേട്ടോ. അനന്തപുരി തറവാട്ടിൽ ഒരു സ്ഥാനം ഒന്നും കിട്ടുന്നില്ല. ഇതിനിടയിലാണ് നമ്മുടെ ദേവയാനിയും മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ നമ്മുടെ നയനയെ അവിടുത്തെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റുകയാണ്. അതായത് എല്ലാ ജുവലേഴ്സിന്റെയും ഇവർക്ക് പുറത്തും ജുവലറീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നമ്മുടെ നയനയെ പ്രഖ്യാപിക്കുന്നത്. നയനയെ സാധാരണ അങ്ങനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സിനിമാ നടന്മാരെയൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സിനിമാ നടന്മാരെക്കാളും മറ്റാരേക്കാളും എന്തും കൊണ്ടും യോഗ്യത നമ്മുടെ നയനമോളാണ് എന്ന് പറഞ്ഞ് ആദ്യം MD ആക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആക്കി മാറ്റുകയാണ്. അങ്ങനെ പല പല വർക്കുകൾക്കായിട്ടും പല പല എന്താ പറയുക മീറ്റിങ്ങുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ നയനി ഇങ്ങനെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അസൂയാണ്. ഇതിനിടയിൽ നമ്മുടെ നവ്യയുടെ വയറൊക്കെ ഇച്ചിരി വലുതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യ എങ്ങനെയെങ്കിലും നവ്യേനെയും നമ്മുടെ നയനെയും തമ്മിൽ തെറ്റിക്കാം. അങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി തീർന്നോളും. നമ്മുടെ അനാമികയ്ക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തമ്മിൽ തെറ്റിക്കുന്നതിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നയനയും നവ്യയും അപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നയനയെ അതുപോലെ നവ്യയെ സ്നേഹിക്കുന്നുകൊണ്ട് രണ്ടുപേരെയും തെറ്റിക്കാനൊന്നും ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. ജലജയും അഭിയും ജാനകിയും ഒക്കെ ഇതിനിടയിൽ കുറേ പാരകളൊക്കെ പണിയുന്നുണ്ടെങ്കിലും ഇവരുടെ ആരുടെയും കളികളൊന്നും നയനയുടെയും നവ്യയുടെ അടുത്തും മുതലാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഓരോ പണി കൊടുത്തതിന് ശേഷം ഇനി എന്ത് പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയനയ്ക്ക് വേറൊരു അവസരവും കൂടെ കിട്ടുകയാണ് കേട്ടോ. അപ്പൊ നയനയ്ക്ക് ഈ ഒരു അവസരം കിട്ടുന്നത് നയനെ അറിയാതെ തന്നെയാണ്. അപ്പൊ വേറെ ഒന്നും അല്ലാട്ടോ അവസരം, നമ്മുടെ നയന തന്നെയാണ് ഡിസൈൻ ചെയ്ത ആ ഒരു നെക്ലേസ് ഇട്ട് നമ്മുടെ നയന തന്നെ അത് ഒരു പരസ്യത്തിൽ അഭിനയിക്കുകയാണ്. അപ്പം അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആദർശൊക്കെ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് യാദർശികമായിട്ട് നമ്മുടെ നയന ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി, അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ആദർശം എടുത്തു. അപ്പൊ ഇത് ആദർശം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ദേവയാനിയുടെ കണ്ണിൽ ഇത് പെട്ടത്. അപ്പം ദേവയാനി പറഞ്ഞു, നീ എന്താടാ ഇത് ചെയ്യുന്നത്, നീ എന്താ നോക്കുന്നത്, കാണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അയാളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് ഇത് നയനയല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ ഇത് നയനയാണ്. അതെ, അവള് വെറുതെ ഇങ്ങനെ അവള് ഡിസൈൻ ചെയ്ത ആ ഒരു നെക്ലേസ് തന്നെ അവൾ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പൊ ഞാനിത് ചുമ്മാ എടുത്തതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ആ കുഴപ്പമില്ല, ആ തരക്കേടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, സത്യത്തിൽ എനിക്കിത് കണ്ടിട്ട് നമ്മുടെ മിക്ക പരസ്യത്തിലും അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ അഭിനയിക്കുന്ന പരസ്യം ചെയ്യുന്ന ആ ഒരു കുട്ടീനേക്കാളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇത് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ദേവയാനിക്കും അത് മനസ്സിലേക്ക് ഓടി വന്നത്. ശരിയാണല്ലോ, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യങ്ങളിലെല്ലാം അഭിനയിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ആ പെണ്ണിനേക്കാളും നല്ലൊരു ചേർച്ചയും നല്ലൊരു ലുക്കും ഒക്കെ നമ്മുടെ നയനയ്ക്ക് ഉണ്ടെന്ന് ഇങ്ങനെ തോന്നുവാണ്. അപ്പം ദേവയാനി എന്ത് ചെയ്തു, ദേവയാനിക്ക് ഒരിക്കലും മോഡലായിട്ട് നമ്മുടെ നയനയെ വെക്കണമെന്ന് ആദർശിനോട് പറയാൻ പറ്റില്ല. കാരണം നയനയോട് സ്നേഹം ഉണ്ടെന്നൊക്കെ ഓർത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഇവർക്ക് കുറെ ബ്രാഞ്ച് ഓഫീസുകൾ ഉണ്ടല്ലോ, അപ്പൊ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു വീഡിയോ അവരൊരു പെൺകുട്ടീനെ കാണിക്കുകയാണ്, അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതൊരിക്കലും ഞാൻ തന്ന വീഡിയോ ആണെന്ന് പറയരുത്, പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്നൊന്നും പറയണ്ട, നിങ്ങളൊന്ന് ആദർശിനോട് പറയണം നയനെ എന്തുകൊണ്ട് മോഡലിങ്ങിന് വിട്ടുകൂടാ, മോഡലിംഗ് ആക്കിക്കൂടാ, മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലിംഗ് ആക്കിക്കൂടാ എന്ന് ഒന്ന് ചോദിക്കണം. ഏതായാലും ഇത് ഞാൻ പറഞ്ഞെന്ന് ഒരിക്കലും വെളിയിൽ വരാൻ പാടില്ല, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, ഇത് നല്ലതിന് വേണ്ടിയൊക്കെ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞു, ഓക്കെ മേഡം, ഞാൻ ആദർശ് സാറിനോട് പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും ഇത് ഞങ്ങൾ പണ്ടേ ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഡിസൈൻ ചെയ്യുന്നത്
നയന മേഡമാണ്. അപ്പൊ നയന മേഡം അത് ഇട്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഭംഗി തോന്നാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി മനസ്സിലിങ്ങനെ കുറെ സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകയാണ്. നമ്മുടെ നയന ജ്വല്ലറി ഒക്കെ ഇട്ട്, അതായത് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. അങ്ങനെ ദേവയാനി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അനാമിക കടന്നു വരുന്നത്. അപ്പൊ അനാമിക കടന്നു വന്നു. അനാമിക കടന്നു വന്നിട്ട് എന്തു പറ്റി വല്യമ്മയ്ക്ക്, എന്താ വല്യമ്മ ഇരുന്ന് തന്നെ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല മോളെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്ത് കാര്യങ്ങളാ ഓർത്തത്, ചിരിക്കാൻ മാത്രം എന്ത് കാര്യങ്ങളാ ഓർത്തത്, എന്നെ കുറിച്ചായിരിക്കൂലേ, അത് എന്നെ കുറിച്ച് ഓർക്കുമ്പോഴാണല്ലോ വല്യമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുക എന്ന് പറയുമ്പോ അതെ 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 മോളെ കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ്, മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, മോളെപ്പോലെയുള്ള ഒരു മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം എന്ന് ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ മനസ്സിൽ വിചാരിക്കും എന്റെ ദൈവമേ, ഇതുപോലെ ഒരെണ്ണം എന്റെ മരുമകളായിട്ട് കയറി വന്നിരുന്നു എങ്കില് നിന്റെ കഷ്ടകാലം ആയിരുന്നേനെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പുറത്ത് പറയുന്ന പോലെ പറഞ്ഞപ്പം പെട്ടെന്ന് അനാമിക ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ വല്യമ്മ പറഞ്ഞത്, ഇപ്പൊ എന്റെ പേരെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഹേ ഇല്ല മോളുടെ പേരൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൽ ചെല്ലുമ്പം രണ്ടുമൂന്ന് പേര് കൂടി ഇങ്ങനെ പറയുകയാണ്, സാറിനൊന്നും തോന്നരുത്, നയന മേഡത്തിന് ഇഷ്ടമാണെങ്കിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ മോഡലിംഗ് നയന മേഡം ആക്കിക്കൂടെ, എന്നും ഒരു മുഖം കാണുന്നതിലും നല്ലത് വെറൈറ്റി മുഖങ്ങൾ കാണാൻ ആൾക്കാർ ഒത്തിരി ആഗ്രഹിക്കുമല്ലോ, അപ്പൊ നമ്മള് വെറൈറ്റി പരസ്യങ്ങൾ കൊടുക്കത്തില്ലേ, ഏതായാലും അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആദർശിന് തോന്നിയത്. അപ്പൊ ആദർശ് പറഞ്ഞു എനിക്ക് അവളെ മോഡലിംഗ് ആക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം ഒരു പ്രശ്നമില്ല എനിക്ക്, പക്ഷെ അവക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നയനയെ സംബന്ധിച്ചിടത്തോളം അവക്ക് ഇവിടെ വന്ന് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് തന്നെ അവക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും കൂടെ നിർബന്ധിച്ച്, മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അവൾ അങ്ങനെ ഒരു പൊസിഷൻ തന്നെ അവിടെ ഇരിക്കാൻ തയ്യാറായത്. അവക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ആദർശിനും തോന്നിയത് ശരിയാണല്ലോ, എന്തുകൊണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു മോഡൽ ആകാനുള്ള എല്ലാ യോഗ്യതയും നമ്മുടെ നയനയ്ക്കുണ്ട്. പിന്നെ ഇവർക്കതൊരു കുറച്ചിലായിട്ടൊന്നുമില്ല, ഇവര് എത്ര പണമുള്ളവരാണെങ്കിലും ഏത് ജോലിക്കും അതിൻ്റെതായ ഡീസൻസി ഉണ്ടെന്ന് കരുതുന്നവരാണ് മൂർത്തി സാറും വസുന്ധരയും അതുപോലെ നമ്മുടെ ദേവയാനിയും എല്ലാവരും ഒക്കെ. അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ല, പണത്തിന്റെ ഒരു അഹങ്കാരമോ ഒന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് എന്ത് ചെയ്യുന്നു, ആദർശ് ഇതാദ്യം പറയുന്നത് മുത്തശ്ശനോടും മുത്തശ്ശിയോടുമാണ്. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനമോൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം, ഒരു പ്രശ്നമില്ല, നമ്മുടെ ജ്വല്ലറി അല്ലേ, നമ്മുടെ ജ്വല്ലറിയിലെ മോഡലാകാന് എന്തുകൊണ്ടും അർഹതയുള്ളത് നയനിക്ക് തന്നെയാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മ ഇനി സമ്മതിക്കുമോന്ന് അറിയില്ലല്ലോ. അമ്മ ഇനി സമ്മതിക്കുമോന്ന് അറിയില്ല, അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പൊ അമ്മ സമ്മതിച്ചാലല്ലേ നമുക്കെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, എന്നിട്ടേ ഞാനിത് നയനയോട് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് മതി, ദേവയാനിയോട് ഒന്ന് സംസാരിച്ച് നോക്കാം, അവളുടെയും കൂടെ മരുമകളാണല്ലോ, പിന്നെ അവള് സമ്മതിക്കാൻ ചാൻസ് ഇല്ല, ഇനിയിപ്പം നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വല്ല ഓർത്തിട്ട് ഇനിയിപ്പോ സമ്മതിച്ചാൽ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ മൂർത്തിയും സംസാരിക്കുകയാണ്, മൂർത്തി മുത്തശ്ശനും സംസാരിക്കുകയാണ്. ഏതായാലും ഈ സമയം പേടിച്ചു വിറച്ചാണ് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ആദർശ് ചെല്ലുന്നത്. അങ്ങനെ ആദർശിന്റെ ഈ പമ്മിക്കളി കണ്ടപ്പോ തന്നെ മനസ്സിലായി കേട്ടോ, മിക്കവാറും ആ സ്റ്റാഫ് ആദർശിനോടെല്ലാം പറഞ്ഞു കാണുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ പമ്മി വന്ന് നമ്മുടെ ആദർശിനോട് എന്താ മുഖത്തൊരു കള്ള ലക്ഷണം ഉള്ളത്, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നീ എന്റെ മോനല്ലേ, നീ ഇങ്ങനെ നിൽക്കുന്ന കണ്ടാ എനിക്കറിയില്ലേ, എന്താ പറ്റിയത് നിനക്ക്, എന്താണെങ്കിലും നീ പറ എന്നിങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ അമ്മേ ഞാനിത് പറയുമ്പോ അമ്മ എന്ത് കരുതുമെന്നൊന്നും എനിക്കറിയില്ല, അമ്മ സമ്മതിക്കാൻ ഒരു 95% ചാൻസ് കുറവാണ്, ആ 5% വെച്ചാണ് ഞാൻ പറയുന്നത്. അമ്മ വേറൊന്നുമല്ല, നയനയെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലാക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. ഇത് നമ്മുടെ അനാമിക മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അയ്യോ ഇനിയിപ്പൊ അതും കൂടെ മതിയല്ലോ അനാമികയ്ക്ക്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അവളെയോ മൂർത്തീസ് ജ്വല്ലറിയുടെ മോഡലാക്കാനോ, നിനക്ക് വേറെ പണിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല, ഇങ്ങനെ ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഫീസിലെ 2-3 സ്റ്റാഫുകളും പറഞ്ഞു, ഇപ്പം മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല, അമ്മയോട് പറഞ്ഞിട്ട് പറയാന്ന് കരുതി, എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, അതങ്ങ് നടത്തി കൊടുക്ക്, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഭാര്യയെ
ഞാൻ സ്നേഹിക്കുന്നില്ല, അതുപോലെ തന്നെ നിന്റെ ഭാര്യയെ ഞാൻ അവഗണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഇവിടെ നിന്നങ്ങാണോ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്ന് മോങ്ങും, പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു. മതിയില്ലോ, ഇത് മതി. ഇത് കേട്ടതും അനാമികയ്ക്ക് കലി വന്നുട്ടോ. അനാമിക നേരെ ചെന്ന് ജാനകിയോടും ജലജയോടും വിവരങ്ങൾ പറയുകയാണ്. അങ്ങനെ ജാനകിയും ജലജയും പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? എല്ലാം അവക്ക് മാത്രം എന്തിനാ ഈ വീട്ടുകാർ ചെയ്തു കൊടുക്കുന്നത്? ബ്രാൻഡ് അംബാസിഡർ, അതുപോലെ തന്നെ MD, ഇപ്പം മോഡലിങ്, ഡിസൈനർ, ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് കലിതുള്ളാണ്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, നമ്മളിവിടെ കിടന്ന് കലിതുള്ളിയിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഇത്രയും നാളായിട്ട് നമ്മൾ ചെയ്തതല്ല നമുക്ക് തിരിച്ചടിയായിട്ടല്ലേ വന്നിട്ടുള്ളൂ, ഇതും അങ്ങനെ തന്നെ വരാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ അനാമിക പറയും, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക തുള്ളി നിപ്പുണ്ട്. ഇതേസമയം നയനോട് ഈ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ ആദർശ്. അങ്ങനെ ആദർശ് നയനോട് പറയാണ്, അതെ നയന, ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നയനെ നീ അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോ ആദർശേട്ടൻ എന്താ ഈ പറയുന്നേ? മോഡലിങ്ങോ? ശോ, എനിക്കൊന്നും പറ്റില്ല അത്. മോഡലിങ് അതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം മോഡലിങ് ഒരാളെ വേണമെങ്കിൽ നമുക്ക് നവ്യേനെ ആക്കാം, നവ്യക്കാണെങ്കിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദർശ് പറഞ്ഞു, നവ്യേനെ ആക്കാം, പക്ഷെ ഇപ്പം നവ്യേനെ ആക്കാൻ പറ്റില്ല, കാരണം അവള് പ്രഗ്നന്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വയറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം അവളെ മോഡലിങ്ങിന് നമുക്ക് പറ്റില്ല. പക്ഷെ അവളുടെ ഒക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ അതൊക്കെ നടത്തി കൊടുക്കാം. പക്ഷെ ഇപ്പം നീ ആകണം. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കും സമ്മതമാണ്, മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ സമ്മതമാണ്. നീ അങ്ങനെ മോഡലിംഗ് ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും കാണാനും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ സമ്മതിക്കണം എന്ന് പറയാണ്. നമ്മുടെ നയന വേണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നയന് സമ്മതിക്കാതെ ഇരിക്കില്ലല്ലോ. ആദർശ് പറഞ്ഞാലും മൂർത്തി മുത്തച്ഛൻ പറഞ്ഞാലും ദേവയാരിയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താണ് കുഴപ്പം? അങ്ങനെ നയന ആദ്യം ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നവ്യയും കനകയും നന്ദുവും ഗോവിന്ദനും ഒക്കെ ചേർന്ന് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി പരസ്യം തന്നെ നമ്മുടെ നയന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക. നമ്മൾ ഉച്ചയ്ക്ക് പറയുന്നത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്, അപ്കമിങ് വിശേഷങ്ങളാണ്. ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്നോർത്താണ് കേട്ടോ. അതാണ് ഞാൻ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇന്ന് ലാസ്റ്റ് അല്ല, ഇന്നല്ല, ഇപ്പൊ ഞാൻ വീഡിയോ പറയുമ്പോൾ ലാസ്റ്റ് പറയാത്തത് ഇനിയിപ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ ഓർത്താലോ എന്നോർത്ത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജലദോഷമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പം മൂക്കിനൊക്കെ വല്ലാണ്ട് അസ്വസ്ഥതയാണ്. പിന്നെ നമുക്ക് നാളെ വീഡിയോ കാണത്തില്ല കേട്ടോ. നമ്മള് നാളെ വീഡിയോ ചെയ്യില്ല. നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷം ഇടുന്നില്ല കേട്ടോ. നാളെ ചെറിയൊരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. മോന്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അപ്പൊ അതിനൊക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് വീഡിയോസ് ഉണ്ടാവില്ല. എല്ലാത്തിന്റെ ഫുൾ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.